നമസ്തേ. എല്ലാവർക്കും സായി സച്ചരിത പാരായണത്തിലേക്ക് സ്വാഗതം. ഞാൻ ശോഭ നന്ദകുമാർ. ഓം സച്ചിദാനന്ദ സദ്ഗുരു ശ്രീ സായിനാഥ് മഹാരാജ് കി ജയ്. ചാപ്റ്റർ 39, ബാബയുടെ സംസ്കൃത പരിജ്ഞാനം. അദ്ദേഹം ഗീതയിലെ ഒരു ശ്ലോകം വ്യാഖ്യാനിച്ചത്, സമാധി മന്ദിരം നിർമ്മിച്ചത്, മുഖപുര, ഷിർദിയും ദ്വാരകാമായിയും ബാബ മഹാസമാധി വരെ വാണരുളിയ സ്ഥലങ്ങളെന്ന നിലയിൽ അനുഗ്രഹീതങ്ങളാണ്. അദ്ദേഹം ഇപ്രകാരം ചെയ്ത ഷിർദിയിലെ ജനങ്ങളും അനുഗ്രഹീതരാണ്. അവർക്ക് വേണ്ടി അദ്ദേഹം അതിവിദൂരത്തിൽ നിന്നും വന്നു. ഷിർദി ഒരു ചെറു ഗ്രാമമായിരുന്നത് ബാബയുടെ സമ്പർക്കത്താൽ തീർത്ഥാടന കേന്ദ്രമായി മാറി. ഷിർദിയിലെ സ്ത്രീകളുടെ കറകളഞ്ഞ ബാബാഭക്തി കാരണം അവർ അനുഗ്രഹീതരാണ്. അവർ കുളിക്കുമ്പോഴും അരയ്ക്കുമ്പോഴും ഇടിക്കുമ്പോഴും മറ്റ് പ്രവൃത്തികൾ ചെയ്യുമ്പോഴുമെല്ലാം ബാബയുടെ അവദാനങ്ങൾ ശ്രുതിമധുരമായ ഗീതങ്ങളാക്കി പാടിക്കൊണ്ടിരുന്നു. ആ ഗാനങ്ങൾ പാട്ടുപാടുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശാന്തി നൽകി. ബാബയുടെ വ്യാഖ്യാനം. ബാബയ്ക്ക് സംസ്കൃതം അറിയാമായിരുന്നുവെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം നാനേ സാഹബ് ചന്ദോൽക്കർക്ക് ഒരു ഗീതാശ്ലോകത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും അതിശയിച്ചുപോയി. അതിൻ്റെ ചുരുക്കം സായിലീല മാസികയിൽ BV ദേവ് എഴുതിയ ഒരു ലേഖനത്തിലും BV നരസിംഹസ്വാമിയുടെ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ദേവ് നാനാ സാഹിബിനോട് തന്നെ അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. നാനാ സാഹബ് ചന്ദോൽക്കർ നല്ല വേദാന്ത പരിജ്ഞാനമുള്ള ആളായിരുന്നു. ഗീത വ്യാഖ്യാനത്തോടുകൂടി വായിച്ചു മനസ്സിലാക്കി അതിൽ നിന്നുള്ള പരിജ്ഞാനത്തിൽ കുറച്ച് അഹംഭാവിയുമായി. അയാൾ കരുതിയത് ബാബയ്ക്ക് ഈ വക കാര്യങ്ങളോ സംസ്കൃതമോ അറിയില്ലെന്നായിരുന്നു. അപ്പോൾ ബാബ ഒരു ദിവസം ഈ പൊള്ള പൊട്ടിച്ചു. അന്ന് ബാബയുടെ അടുത്ത് തിരക്കൊന്നുമില്ലാതെ ഭക്തന്മാർക്ക് യഥേഷ്ടം സംസാരിക്കാൻ സാധിച്ചിരുന്ന കാലമായിരുന്നു. നാന ബാബയുടെ അരികിലിരുന്ന് കാല് തലോടിക്കൊണ്ടിരിക്കെ എന്തോ പിറുപിറുത്തു. ബാബ: നാന, എന്താ തന്നെത്താൻ പറയുന്നത്? നാന: ഞാൻ സംസ്കൃതത്തിലുള്ള ഒരു ശ്ലോകം ചൊല്ലിയതാണ്. ബാബ: എന്ത് ശ്ലോകം? നാന: ഭഗവത്ഗീതയിൽ നിന്നാണ്. ബാബ: ഉറക്കെ ചൊല്ലൂ. നാന: അപ്പോൾ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകം ഇങ്ങനെ ചൊല്ലി: തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ബാബ: നാന, അത് മനസ്സിലായോ നിനക്ക്? നാന: ഓ. ബാബ: മനസ്സിലായെങ്കിൽ പറയൂ. നാന: അതിൻ്റെ അർത്ഥം ഇതാണ്: സാഷ്ടാംഗ പ്രണാമം ചെയ്തും ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചും സേവിച്ചും ജ്ഞാനം എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ബ്രഹ്മത്തെപ്പറ്റി യഥാർത്ഥ വിജ്ഞാനമുള്ള ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെപ്പറ്റി ഉപദേശം തരും. ബാബ: നാന, എനിക്ക് ആ ശ്ലോകത്തിൻ്റെ ഒട്ടാകെയുള്ള അർത്ഥമല്ല വേണ്ടത്. ഓരോ വാക്കും അതിൻ്റെ വ്യാകരണവും അർത്ഥവും പറഞ്ഞു തരണം. അന്നേരം നാന ഓരോ വാക്കായി അർത്ഥം പറഞ്ഞു. ബാബ: നാന, സാഷ്ടാംഗ പ്രണാമം മാത്രം മതിയോ? നാന: പ്രണിപാതത്തിന് പ്രണാമം എന്നല്ലാതെ മറ്റർത്ഥം എനിക്കറിയില്ല. ബാബ: പരിപ്രശ്നം എന്താണ്? നാന: ചോദ്യങ്ങൾ ചോദിക്കൽ. ബാബ: പ്രശ്നം എന്നാൽ എന്താണ്? നാന: അതേ അർത്ഥം തന്നെയാണ്. ബാബ: പരിപ്രശ്നത്തിനും പ്രശ്നത്തിനും ഒരേ അർത്ഥം ആണെങ്കിൽ വ്യാസൻ എന്തിനാണ് പരി എന്ന് ചേർത്തത്? വ്യാസന് തലയ്ക്ക് ശരിയായില്ലേ? നാന: എനിക്ക് പരിപ്രശ്നം എന്ന വാക്കിന് വേറെ അർത്ഥം അറിഞ്ഞുകൂടാ. ബാബ: സേവ, എന്തു തരം സേവയാണ് ഉദ്ദേശിക്കുന്നത്? നാന: ഞങ്ങൾ സദാ ചെയ്യുന്ന തരത്തിലുള്ളത്. ബാബ: അത്തരം സേവ ചെയ്താൽ മതിയോ? നാന: അതിൽ കൂടുതൽ എന്താണ് സേവ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാബ: അടുത്ത വരി ഉപദേശ്യന്തിതേ ജ്ഞാനം, അതിൽ ജ്ഞാനത്തിന് പകരം വേറെ ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കാമോ? നാന: ആവാം. ബാബ: എന്ത് വാക്കാണ്? നാന: അജ്ഞാനം. ബാബ: ജ്ഞാനത്തിന് പകരം അജ്ഞാനം എന്നാക്കിയാൽ ആ ശ്ലോകത്തിന് വല്ല അർത്ഥവും കിട്ടുമോ? നാന: ഇല്ല, ശങ്കരഭാഷ്യം അങ്ങനെ പദം മുറിച്ചിട്ടില്ല. ബാബ: അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോട്ടെ, സാരമില്ല. അജ്ഞാനം എന്നുപയോഗിച്ച് കൂടുതൽ അർത്ഥം വരുന്നുവെങ്കിൽ അതിന് വല്ല ആക്ഷേപവുമുണ്ടോ? നാന: അജ്ഞാനം എന്ന് ചേർത്ത് എങ്ങനെ ശരിയാവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബ: കൃഷ്ണൻ എന്തിനാണ് അർജുനനെ ജ്ഞാനികളുടെയും തത്വദർശികളുടെയും അടുത്തേക്ക് പ്രണാമത്തിനും പ്രശ്നത്തിനും സേവയ്ക്കും അയക്കുന്നത്? കൃഷ്ണൻ തന്നെ തത്വദർശിയും ജ്ഞാനിയുമല്ലേ? നാന: അതെ, അദ്ദേഹം അങ്ങനെയായിരുന്നു. പക്ഷേ എന്തിനാണ് അർജുനനെ ജ്ഞാനികളുടെ അടുക്കൽ പോവാൻ നിർദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാബ: നിനക്കിത് മനസ്സിലായിട്ടില്ലേ?
നാനയുടെ അഹംഭാവം നശിച്ചു. ഗർവിൻ്റെ നെറുകയിൽ തന്നെയാണ് ഈ അടി കൊണ്ടത്. എന്നിട്ട് ബാബ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. 1. ജ്ഞാനികളെ നമസ്കരിച്ചാൽ മാത്രം പോരാ. സദ്ഗുരുവിൻ്റെ അടുക്കൽ സർവസ്വ ശരണാഗതി തന്നെ ആയിരിക്കണം. 2. വെറും ചോദ്യം ചോദിക്കൽ മാത്രം പോരാ. ചോദ്യങ്ങൾ ഗുരുവെ കുടുക്കുവാനോ ദുരുദ്ദേശപരമായോ തെറ്റ് കണ്ടുപിടിക്കാനോ വെറും പരീക്ഷണാർത്ഥമോ ആവരുത്. അത് ഗൗരവപൂർവം മോക്ഷ സാധ്യത്തിനും ആധ്യാത്മിക പുരോഗതിക്കും മാത്രം ഉദ്ദേശിച്ച് ചോദിക്കേണ്ടതാണ്. 3. സേവ എന്നാൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നുള്ള മനസ്ഥിതിയോട് കൂടിയവ സേവനമല്ല. ഈ ശരീരം എൻ്റേതല്ലെന്നും ഇതിൻ്റെ ഉടമ ഗുരുവാണെന്നും ഞാൻ ഗുരുസേവയ്ക്ക് മാത്രം നിലകൊള്ളുന്നുവെന്നുമുള്ള മനസ്ഥിതിയിലായിരിക്കണം ആ സേവ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ സദ്ഗുരു നിനക്ക് മുൻ ശ്ലോകത്തിലെ അജ്ഞാനം എന്താണെന്ന് കാണിച്ചു തരും. ഗുരു അജ്ഞാനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെന്ന് നാനയ്ക്ക് മനസ്സിലായില്ല. ബാബ: ജ്ഞാനം ഉപദേശിക്കൽ എങ്ങനെയാണ്? അജ്ഞാനം നശിപ്പിക്കലാണ് ജ്ഞാനം. ഗീത 18-ാം അധ്യായം 66-ാം ശ്ലോകത്തെ വ്യാഖ്യാനിച്ച് ജ്ഞാനേശ്വരിയിൽ പറയുന്നു: അല്ലയോ അർജുന, അജ്ഞാനം നശിപ്പിക്കൽ ഇപ്രകാരമാണ്. സ്വപ്നവും സുഷുപ്തിയും പോയാൽ നീ തന്നെയാവുന്നില്ലേ? നീ അതുപോലെയാണ് ഇതും. ജ്ഞാനത്തിൽ അജ്ഞാനം നശിപ്പിക്കലല്ലാതെ വേറെ എന്താണുള്ളത്? ഇരുട്ട് നശിപ്പിക്കൽ എന്നാൽ വെളിച്ചമാണ്. ദ്വൈതം നശിപ്പിക്കൽ എന്നാൽ അദ്വൈതമാണ്. ദ്വൈതത്തെ ഇല്ലായ്മ ചെയ്യലിനെ പറ്റി നാം പ്രതിപാദിക്കുകയാണെങ്കിൽ അദ്വൈതമാണ് പ്രതിപാദിക്കേണ്ടത്. ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ വെളിച്ചത്തിൻ്റെ കാര്യമായിരിക്കും പറയുക. അദ്വൈതഭാവം അനുഭവിക്കണമെങ്കിൽ ദ്വൈതഭാവം മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതാണ് അദ്വൈതഭാവം അനുഭവത്തിൽ വരുത്തൽ. ദ്വൈതത്തിൽ ഇരുന്നു കൊണ്ട് ആർക്കാണ് അദ്വൈതത്തെപ്പറ്റി ആധികാരികമായി പറയാൻ കഴിയുക? ആ ഭാവത്തിൽ എത്താത്ത ഒരുവൻ അത് പറഞ്ഞു തന്നാൽ എങ്ങനെയാണ് ശ്രോതാവിന് അത് മനസ്സിലായി അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയുക? പോരെങ്കിൽ ശിഷ്യനും സദ്ഗുരുവെ പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ മൂർത്തീകരണമാണ്. അവർ തമ്മിലുള്ള ഭേദം ഭാവത്തിലും ഉയർന്ന അനുഭവങ്ങളിലും വിസ്മയാവഹമായ ഉയർന്ന നിലവാരത്തിലുള്ള സാത്വിക ഗുണത്തിലും എതിരില്ലാത്ത കഴിവിലും ഐശ്വര്യയോഗത്തിലും മാത്രമാണ്. സദ്ഗുരു നിർഗുണനും സച്ചിദാനന്ദനുമാണ്. അദ്ദേഹം മാനുഷ്യരൂപം കൈക്കൊണ്ടത് ലോകോദ്ധാരണത്തിനും മാനവരാശിയെ ഉന്നമനത്തിലെത്തിക്കാനുമാണ്. പക്ഷെ അതുകൊണ്ട് യഥാർത്ഥമായുള്ള അദ്ദേഹത്തിൻ്റെ നിർഗുണ സ്വഭാവം സ്വല്പം പോലും കുറഞ്ഞു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിതിയും സർവശക്തിയും ജ്ഞാനവും ഒട്ടും കമ്മി വരാതെ നിലനിൽക്കുന്നു. ശിഷ്യനും യഥാർത്ഥത്തിൽ അതേ സ്വരൂപത്തിലാണ്. പക്ഷെ അത് എത്രയോ ജന്മങ്ങളിലെ അജ്ഞാന രൂപത്തിലുള്ള സംസ്കാരങ്ങളാൽ ആവരണം ചെയ്ത് കിടക്കുന്നതിനാൽ അയാളുടെ ശുദ്ധ ചൈതന്യത്വം അയാളുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് കാരണത്താൽ അയാൾക്ക് ഞാൻ ജീവനാണ്, ഒരു ജീവിയാണ്, കഴിവില്ലാത്തവനാണ്, ദരിദ്രനാണ് എന്നെല്ലാമുള്ള ചീത്ത സംസ്കാരം ഉണ്ടാകുന്നു. ഗുരു വന്ന് ഈ വക അജ്ഞാനത്തിൻ്റെ നാമ്പുകൾ നുള്ളിക്കളയാനുണ്ട്. എന്നിട്ട് വേണം ഉപദേശം കൊടുക്കുവാൻ. അന്തമില്ലാത്ത ജന്മങ്ങളെ കൊണ്ടും ശിഷ്യനുണ്ടായിത്തീർന്ന ഞാൻ ജീവനാണ്, ദരിദ്രനാണ്, സാധുവാണ് എന്നിങ്ങനെയുള്ള ചീത്ത സംസ്കാരം നിർമ്മാർജ്ജനം ചെയ്യുവാനായി ഗുരു നൂറുകണക്കിലുള്ള ജന്മങ്ങളെ കൊണ്ട് നീ ദൈവമാണ്, നീ ഗംഭീരനാണ്, നീ സമ്പന്നനാണ് എന്നിങ്ങനെയുള്ള പാഠങ്ങൾ അയാളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അയാൾക്ക് ഞാൻ ദൈവമാണ് എന്ന ബോധം സ്വല്പമെങ്കിലും ഉദിക്കുന്നു. സ്ഥിരപ്രതിഷ്ഠിതമായി ശിഷ്യനിൽ കുടികൊള്ളുന്ന ഞാൻ ദേഹമാണ്, ജീവനാണ്, അഹംഭാവമാണ്, ദൈവം എന്നിൽ നിന്നും ഭിന്നമാണ്, ഞാൻ ലോകത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നു എന്നിങ്ങനെയുള്ള ആശയങ്ങളെല്ലാം തന്നെ അയാൾ എത്രയോ മുജ്ജന്മങ്ങളിൽ നിന്നും ആർജിച്ച വിവരക്കേടുകളാണ്. ഈ മതിഭ്രമവും തെറ്റും വിവരക്കേടും ഈ അജ്ഞാനത്തിൻ്റെ മൂലകാരണവും നീക്കം ചെയ്യാൻ അയാൾ അന്വേഷണം തുടങ്ങണം. എങ്ങനെയാണ് ഈ അജ്ഞാനം ഉദിച്ചത്, എവിടെയാണത് എന്ന് ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് ഗുരുവിൻ്റെ ഉപദേശം. താഴെ പറയുന്നവയാണ് അജ്ഞാനത്തിൻ്റെ ഉദാഹരണം. 1. ഞാൻ ഒരു ജീവനാണ്. 2. ദേഹം തന്നെയാണ് ആത്മാവ് അഥവാ ഞാൻ തന്നെ ദേഹം. 2. ദൈവം, ലോകം, ജീവൻ ഇവ വ്യത്യസ്തങ്ങളാണ്. 4. ഞാൻ ദൈവമൊന്നുമല്ല. 5. ദേഹം ആത്മാവല്ലെന്ന് അറിയാതിരിക്കൽ. 6. ദൈവം, ലോകം, ജീവൻ ഇവ ഒന്നു തന്നെയാണെന്ന് അറിയായ്മ. ഈ വക തെറ്റുകളെ അയാൾ വെളിവാക്കി കൊടുത്തില്ലെങ്കിൽ ശിഷ്യന് എന്താണ് ലോകം, ദൈവം, ജീവൻ, ദേഹം എന്ന് മനസ്സിലാവുകയോ അവ തമ്മിലുള്ള പരസ്പര ബന്ധം അറിയുകയോ അവ തമ്മിൽ വല്ല ഭേദമുണ്ടോ എന്ന് ബോധ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് അയാളെ പഠിപ്പിച്ച് അജ്ഞാനം നശിപ്പിക്കുന്നത് ജ്ഞാനത്തെ പറ്റിയ ഉപദേശമോ അജ്ഞാനത്തെ പറ്റിയ ഉപദേശമോ? എന്തിനാണ് ജ്ഞാനമൂർത്തിയായ ജീവന് ജ്ഞാനം ഉപദേശിക്കുന്നത്?
ഉപദേശം അയാളുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനും അജ്ഞാനം നശിപ്പിക്കാനും മാത്രമാണ്. ബാബ തുടർന്നു. 1. പ്രണിപാതം അർപ്പണത്തെ സൂചിപ്പിക്കുന്നു. 2. അർപ്പണം ശരീരം, അർത്ഥം, മാനസം ഇവകളെ കൊണ്ടാണ്. 3. എന്തിനാണ് കൃഷ്ണൻ അർജുനനോട് മറ്റു ജ്ഞാനികളുടെ അടുക്കൽ പോവാൻ പറഞ്ഞത്? സദ്ഭക്തൻ എല്ലാം വാസുദേവനായി കാണുന്നു. അപ്പോൾ ഏത് ഗുരുവും ഭക്തന് കൃഷ്ണൻ തന്നെയാണ്. ഗുരു ശിഷ്യനെയും വാസുദേവനായി കാണുന്നു. കൃഷ്ണൻ രണ്ടുപേരെയും പ്രാണനും ആത്മനുമായി കരുതുന്നു. ഗീത അധ്യായം 7 ശ്ലോകം 18. ശ്രീകൃഷ്ണന് അത്തരം ഭക്തന്മാർ ഗുരുക്കളായിട്ടുണ്ടെന്ന് അറിയുന്നതിനാൽ അർജുനനെ അവരുടെ അടുക്കൽ പോകാൻ നിർദ്ദേശിച്ച് അവരുടെ മഹത്വം പ്രഖ്യാപിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. സമാധി മന്ദിരം നിർമ്മിക്കൽ. ബാബ തനിക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുകയോ തിരക്ക് കൂട്ടുകയോ യാതൊന്നും ചെയ്യാറില്ല. പക്ഷേ എല്ലാം സമർത്ഥമായി കൈകാര്യം ചെയ്തു. സാവധാനമെങ്കിലും സദൃഢമായി കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് ജനങ്ങൾ വിസ്മയിച്ചു പോകും. സമാധി മന്ദിരം പണി ചെയ്തത് ഇതിനൊരു ഉദാഹരണമാണ്. നാഗ്പൂരിലെ കോടീശ്വരനായ ശ്രീമാൻ ബാപ്പു സാഹേബ് ഭൂട്ടി കുടുംബസമേതം ഷിർദിയിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ അയാൾക്ക് അവിടെ സ്വന്തമായി ഒരു കെട്ടിടം വേണമെന്ന ആഗ്രഹമുണ്ടായി. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞ് ഒരിക്കൽ ദീക്ഷിത് വാടയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനമുണ്ടായി. ബാബ പ്രത്യക്ഷപ്പെട്ട് അയാൾ സ്വന്തമായി ഒരു സത്രം കെട്ടിക്കുവാനും അതിലൊരു ക്ഷേത്രം കൂടി നിർമ്മിക്കാനും പറഞ്ഞതായി കണ്ടു. അവിടെ തന്നെ ഉറങ്ങിയിരുന്ന ശ്യാമയ്ക്കും ഇതേപോലെ തന്നെ ഒരു ദർശനമുണ്ടായി. ബാപ്പു സാഹബ് ഉണർന്നു നോക്കിയപ്പോൾ ശ്യാമ കരയുന്നത് കണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു. അയാളുടെ സ്വപ്നത്തിൽ ബാബ അടുത്തു വന്ന് വ്യക്തമായി ക്ഷേത്രത്തോടുകൂടി ഒരു സത്രം നിർമ്മിക്കുക, എല്ലാവരുടെയും ആഗ്രഹം ഞാൻ നിർവഹിക്കാം എന്ന് പറഞ്ഞതായും ബാബയുടെ സ്നേഹമധുരമായ വാക്കുകേട്ട് വികാരാധീനനായി തൊണ്ടയിടറി കണ്ണു നിറഞ്ഞു കരഞ്ഞു പോയതാണ് എന്നും മറുപടി പറഞ്ഞു. രണ്ടുപേരുടെയും സ്വപ്നം ഒരുപോലെയായിരുന്നതിനാൽ ബാപ്പു സാഹേബ് അതിശയിച്ചുപോയി. ധനികനായതുകൊണ്ട് അവിടെ തന്നെ ഒരു വാട നിർമ്മിക്കാൻ നിശ്ചയിച്ച് ശ്യാമയുടെ സഹായത്തോടെ ഒരു പ്ലാൻ തയ്യാറാക്കി. കാക്കാ സാഹേബ് ദീക്ഷിതും ആ പ്ലാൻ അംഗീകരിച്ചു. അത് ബാബയുടെ മുൻപിൽ വെച്ചപ്പോൾ ബാബയും അതുടനെ അംഗീകരിച്ചു, അനുവാദം കൊടുത്തു. ഉടനെ പണി തുടങ്ങി. ശ്യാമയുടെ മേൽനോട്ടത്തിൽ താഴെ നിലയും ഉള്ളറയും കിണറും പണിയെഴുപ്പിച്ചു. ലണ്ടിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ബാബയും പല ഭേദഗതികളും നിർദ്ദേശിക്കുമായിരുന്നു. ബാക്കി പണി ബാപ്പു സാഹബ് ജോഗിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കെ നടുക്ക് വിശാലമായ ഒരു തുറന്ന തളം വേണമെന്നും അതിലൊരു ഉയർന്ന വേദി വേണമെന്നും അതിലൊരു മുരളീധര വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നും ബാപ്പു സാഹബ് ഭൂട്ടിക്ക് ഒരു ആഗ്രഹം ജനിച്ചു. ഇത് ബാബയോട് ചോദിച്ച് അനുവാദം വാങ്ങാൻ അയാൾ ശ്യാമയോട് പറഞ്ഞു. ബാബ അതിലെ കടന്നു പോകുമ്പോൾ ശ്യാമ സംഗതി പറഞ്ഞ് അനുവാദം ചോദിച്ചു. അത് കേട്ട് ബാബ ശ്യാമയ്ക്ക് അനുവാദം കൊടുത്തത് ഇങ്ങനെയാണ്: ക്ഷേത്രം പണി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കാൻ വരും. എന്നിട്ട് വാടയെ നോക്കിക്കൊണ്ട് ബാബ തുടർന്നു. വാട പണിത് കഴിഞ്ഞാൽ നാം തന്നെ അത് സ്വന്തമായി ഉപയോഗിക്കും. നാം അവിടെ താമസിച്ചും നടന്നും കളിച്ചും അന്യോന്യം കെട്ടിപ്പിടിച്ചും സന്തുഷ്ടരായി കഴിയും. അപ്പോൾ ശ്യാമ അത് പ്രതിഷ്ഠാ സ്ഥാപനയ്ക്കുള്ള സ്ഥലം പണിക്ക് തറക്കല്ലിടാൻ പറ്റിയ ശുഭസമയമാണോ എന്ന് ചോദിച്ചു. ബാബ അതെ എന്ന് പറഞ്ഞു. ശ്യാമ ഉടനെ നാളികേരം ഉടച്ച് പ്രവൃത്തി തുടങ്ങി. ഉദ്ദേശിച്ച പോലെ പ്രവൃത്തി പൂർത്തിയാക്കുകയും മുരളീധര വിഗ്രഹമുണ്ടാക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ വിഗ്രഹം തയ്യാറാവുന്നതിന് മുൻപ് ഒരു പുതിയ സംഭവം ഉണ്ടായി. ബാബയ്ക്ക് സുഖക്കേടാവുകയും അന്ത്യശ്വാസം വലിക്കാറാവുകയും ചെയ്തു. ബാപ്പു സാഹബിന് സങ്കടമായി. ബാബ പോയാൽ ലക്ഷക്കണക്കിന് ചെലവാക്കി നിർമ്മിച്ച വാടയിൽ അദ്ദേഹത്തിൻ്റെ പാദധൂളിയേറ്റ് പരിശുദ്ധമാക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ബാബയുടെ അന്ത്യശാസനം, എന്നെ വാടയിൽ വെച്ച് സൂക്ഷിക്കുക എന്ന വാക്കുകൾ ബാപ്പു സാഹിബിനെയും ബാക്കി എല്ലാവരെയും സമാധാനിപ്പിച്ചു. യഥാസമയം ബാബയുടെ ശരീരം നടുക്കുള്ള വേദിയിൽ സ്ഥാപിച്ചു. മുരളീധരന്റെ സ്ഥാനത്ത് ബാബ തന്നെ വന്ന് ബാബ തന്നെ മുരളീധരനായി. വാട സമാധി മന്ദിരവുമായി. അദ്ദേഹത്തിൻ്റെ അത്ഭുതാവഹമായ ജീവിതം ആരാലും അറിയാൻ കഴിയാത്തതാണ്. ബാബയുടെ പരിശുദ്ധവും പവിത്രവുമായ ദേഹം അടക്കിയ വാട നിർമ്മിച്ച ബാപ്പു സാഹേബ് ഭൂട്ടി അനുഗ്രഹീതനും ഭാഗ്യവാനുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം. ജയ് മോഹൻജി.